തസ്കിയ 158. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. ദുൽഹിജ്ജ മാസം ആഗതമായിരിക്കുകയാണ്. ലോകത്തിൻ്റെ ശ്രദ്ധ ഹറമൈനി ഷരീഫൈനിയിലേക്ക് തിരിയുന്ന ഈ സാഹചര്യത്തിൽ സത്യവിശ്വാസികളൊക്കെ ആത്മീയമായി വളരെ സന്തോഷിക്കുന്ന മുഹൂർത്തമാണ് ആഗതമായിരിക്കുന്നത്. വളരെ പവിത്രതയുള്ള ദിനരാത്രങ്ങളാണ് ഇനിയുള്ളവ. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഈ ആയത്തിലെ 10 രാവുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജ ആദ്യത്തിലുള്ള 10 രാവുകളാണെന്ന്, അങ്ങനെയും ഒരു തഫ്സീർ ഉണ്ടെന്ന് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയാൻ മാത്രം ശ്രേഷ്ഠതയും പവിത്രതയുമുള്ള രാത്രികളും പകലുകളും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നുണ്ട്, ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിനേക്കാൾ പ്രിയങ്കരമായി അള്ളാഹുവിന് മറ്റു കർമ്മങ്ങളില്ല. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, വൽ ജിഹാദു ഫീ സബീലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടത്തുന്ന ധർമ്മസമരവും ഇതിനേക്കാൾ പവിത്രമല്ലേ? മറുപടി, വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും ഈ ദിവസങ്ങളിലെ കർമ്മങ്ങൾക്ക് സമാനമല്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വ മാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. എന്നാൽ ഒരാൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു, അയാളുടെ ശരീരവും സമ്പത്തും മുഴുവനും സമർപ്പിച്ചു, ഒന്നും തിരിച്ചു വന്നില്ല, അത്തരത്തിലുള്ള ഒരാളുടെ ജിഹാദ് ഒഴിച്ച്. അപ്പം അത്രയും ശ്രേഷ്ഠതയുള്ള കർമ്മങ്ങൾക്ക് ഏറെ പ്രതിഫലമർഹിക്കുന്ന വളരെ പുണ്യമുള്ള ദിവസങ്ങളാണ് ദുൽഹിജ്ജ ആദ്യത്തെ 10 നാളുകൾ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരു യുവാവ് അദ്ദേഹത്തിന് പാട്ടുകൾ കേൾക്കലും അതുപോലെ ആനന്ദകരമായ മറ്റ് കാര്യങ്ങൾ കേൾക്കലും ശ്രവിക്കലും അയാളുടെ ഹോബിയാണ്. പക്ഷേ ദുൽഹിജ്ജ മാസം ആഗതമായാൽ അയാൾ നോമ്പെടുക്കാൻ തുടങ്ങും. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് 1 മുതൽക്കേ നോമ്പെടുക്കും. ഇയാളെക്കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, മാ യഹ്മിലുക അലാ സിയാമി ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ നിന്നെ നോമ്പെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, ഇന്നഹ അയ്യാമുൽ മശായിർ വ അയ്യാമുൽ ഹജ്ജ്. ഈ ദിവസങ്ങൾ മശായിറിൻ്റെ ദിവസങ്ങളാണ്. 2 ഹറമുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ ചിഹ്നങ്ങളാകുന്ന നിരവധി സ്ഥലങ്ങളിൽ ജനലക്ഷങ്ങൾ സംഗമിക്കുന്ന സമയമാണ്. ഹജ്ജിൻ്റെ ദിവസങ്ങളാണ്. അസല്ലാഹു അൻ യുശിക്കനി ഫീ ദുആഇഹിം, അവരുടെ ദുആയിൽ അള്ളാഹു എന്നെയും ഉൾപ്പെടുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്
എന്നു പറഞ്ഞപ്പോൾ ഫഇന്നലക ബികുല്ലി യൗമിൻ തുസൂമുഹു അദ്ലു മിഅത്തി റഖബ, നീ അനുഷ്ഠിക്കുന്ന ഓരോ ദിവസത്തെയും നോമ്പിന് 100 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ നടപടിയെ അംഗീകരിക്കുകയും അയാൾക്ക് ആവേശം നൽകുകയും ചെയ്തു. നോമ്പിലൂടെയും നിസ്കാരങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയുമൊക്കെ സത്യവിശ്വാസി വളരെ കൂടുതലായി ഈ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല നല്ല മുഹൂർത്തങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി തരുമ്പോൾ അതിനോട് നാം മര്യാദക്ക് പെരുമാറാത്ത പക്ഷം അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്തുകളെ തൊട്ട് നാം തടയപ്പെട്ടവരായി പോകും. സൂഉൽ അദബ്, അപമര്യാദ വന്നു ചേരാതെ ഈ ദിവസങ്ങളുടെ മഹത്വത്തെ ബഹുമാനിച്ചുകൊണ്ട്, ഈ ദിവസങ്ങളെ ആദരിച്ചുകൊണ്ട് വളരെ ഭക്തരായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. അതോടൊപ്പം ഉളുഹിയ്യത്ത് ഉദ്ദേശിച്ചവരൊന്നും ദുൽഹിജ്ജ 1 മുതൽ താടിയോ മുടിയോ നഖങ്ങളോ നീക്കാതെ ആ മുഴുവൻ വസ്തുക്കളെയും പാപങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ധാരാളം ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.